ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്ട്രോബെറി കീ ചെയിനാണ് കാണിക്കാൻ പോണത്. ഞാൻ സ്ട്രോബെറിയാണ് ഉദ്ദേശിച്ചതെങ്കിലും ലാസ്റ്റ് ഉണ്ടാക്കി വന്നപ്പോൾ വേറൊരു സാധനമായിട്ട് രൂപസാദൃശ്യം തോന്നി. അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ അവസാനം പറയാം കേട്ടോ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ പെറ്റൽസൊക്കെ ഉണ്ടാക്കിയെടുത്തത്. മൊത്തത്തിൽ 3 പെറ്റൽസാണ് ഉണ്ടാക്കിയെടുത്തത്. അത് 3ഉം ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഗ്ലൂ ഗണ്ണ് തന്നെ വേണമെന്നില്ല, നമ്മൾ ഫെവിക്കോൾ അങ്ങനത്തെ ഒന്നും അല്ലാതെ നല്ലൊരു ഉറപ്പിൽ നിൽക്കണ ഏത് ഗ്ലൂ ആണെങ്കിലും യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഗ്ലൂ ഗണ്ണിൽ തന്നെ ഗണ്ണില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റേ ഗ്ലൂ മാത്രം മേടിച്ചിട്ട് അത് ഉരുക്കിയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതിനെന്തോ 5 രൂപ എന്തോറ്റേ ഉള്ളൂ കടയിൽ മേടിക്കുമ്പോൾ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ലീഫൊക്കെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ 2 എൻഡും സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യുക. അത് പിന്നെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണമെന്നില്ല, അത് അങ്ങനെ നിന്നോളൂ കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, ഇപ്പോൾ തീരെയും സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ സ്ട്രോബെറീൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. ലീഫൊക്കെ ഒട്ടിച്ച് കൊടുത്താൽ നമ്മൾ സ്ട്രോബെറി കംപ്ലീറ്റ് ആയി. പിന്നെ വല്ല സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിങ്ങനെ ചെറിയ ചെറിയ കുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ട്യുലിപ്സിൻ്റെ പോലെ തോന്നി. അതാണ് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.